എങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിൽ ശരി രായപ്പനും ഒരു മോളുണ്ടല്ലോ. അപ്പൊ നിനക്ക് മക്കൾ ഉണ്ടാവാത്തതിന്റെ ദണ്ണം നിനക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഈ ഗോദ്ര സംഭവത്തിൽ 59 പേര് വെന്തു മരിച്ചപ്പോഴ് അത് പുറത്തുനിന്ന് ആ ട്രെയിനിന്റെ ഡോർ അടച്ചു എന്നാ പറയുന്നത്. അപ്പൊ ആ പാവങ്ങള് തീപ്പന്തങ്ങളായിട്ട് കത്തി എരിഞ്ഞപ്പോ 17 ദിവസം പ്രായമുള്ള കൊച്ചു കുഞ്ഞടക്കം വെന്തു മരിച്ചപ്പോ ഈ രായപ്പന്റെ കുടുംബത്തെ സ്വന്തം മോളാണ് വെന്തു മരിച്ചതെന്ന് നീ ഒന്ന് ഇമാജിൻ ചെയ്യ് രാജപ്പ. കാരണം നീ സിനിമ ഉണ്ടാക്കുന്ന ആളല്ലേ. ഈ കന്നിമാസത്തില് തെണ്ടി പോകുന്ന കോടിച്ചിപ്പട്ടിക്ക് ഇവനേക്കാളും വിലയുണ്ട്. ഈ പറയുന്ന സുപ്രിയ പിന്നെ മേനോനോ എന്തോ നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ നിന്റെ ബെഡ്റൂമിൽ നിനക്ക് പലതും തോന്നിയ ആ നട്ടലിന്റെ വലിപ്പം കണ്ടിട്ടാ നീ പറയുന്നുണ്ടെങ്കിൽ അത് നീയും അവനും കൂടെ പറഞ്ഞു തീർക്കേണ്ട അവസ്ഥയാണ്. മലയാളികളുടെ മുമ്പിലേക്ക് പറയേണ്ടതല്ല. ഞങ്ങൾക്ക് വെറും കൊടിച്ചിപ്പട്ടിയാണ് നിന്റെ ഇല്ലുമിനാട്ടി കൊടിച്ചിപ്പട്ടി. ആ ഇല്ലുമിനാട്ടി കൊടിച്ചിപ്പട്ടി നീയും കൂടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇരിക്കുമ്പോ അവനോട് പറ ആളെറിഞ്ഞ് കളിക്കാൻ. ഓൺലൈനിൽ ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നേരം ഒരുപാട് ലേറ്റ് ആയല്ലോ. നാട്ടിലെല്ലാവരും ഇപ്പോൾ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഞാനിവിടെ UK ടൈം ഞങ്ങൾക്ക് 8 മണി, രാത്രി 8 മണിയാണ്. അപ്പം സമയം കിട്ടിയപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തോന്നി. വിഷയം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കത്തി നിൽക്കുന്ന എമ്പുരാൻ തന്നെയാണ്. ഇനി അഥവാ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊരു ഹായ് പറയണേ. കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളോ അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് പിന്നെ ഓൺലൈനിൽ ഒരാളുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നിയത് തെറ്റിയില്ല. ആരാണെന്ന് പേര് കാണിക്കുന്നില്ല. അതുകൊണ്ട് ആളെ കാണാൻ പറ്റുന്നില്ല. അല്ല സോറി, പ്രൊഫൈല് കാണാൻ പറ്റുന്നുണ്ട്, പേര് കാണുന്നില്ല. ഇതിപ്പം നെറ്റ് കണക്ഷൻ സ്ലോ ആണെന്ന് തോന്നുന്നു. പേര് കാണുമ്പോൾ ഞാൻ പറയാട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിയുന്ന ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോ ഈ എമ്പുരാൻ സിനിമ. അപ്പൊ ഈ എമ്പുരാൻ സിനിമയെ കുറിച്ച് തന്നെയാണ് വീണ്ടും ഞാൻ സംസാരിക്കുന്നത്. ഇത് അതിനെക്കുറിച്ച് എൻ്റെ രണ്ടാമത്തെ ലൈവാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറേ സംശയങ്ങൾ, ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ലേഡിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ, അത് ഒരുപക്ഷെ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം. എനിവേ, എന്തായാലും ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സംശയങ്ങൾ ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ മുൻപിൽ ഞാനത് പിന്നെ അവതരിപ്പിക്കുന്നു. എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള കോലാഹലങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെയിൻ ചാനലുകൾ, അതായത് മെയിൻ മൗദ്യൂദി ചാനലുകൾ മുഴുവനും ഈ പറയുന്ന എമ്പുരാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാതൃഭൂമിയായാലും പിന്നെ മനോരമയായാലും അങ്ങനെ വിശേഷപ്പെട്ട മൗദ്യൂദി ചാനലുകളൊക്കെ ഈ പറയുന്ന സിനിമയ്ക്ക് സപ്പോർട്ടീവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ചർച്ചയ്ക്ക് ആൾക്കാരെ വിളിക്കുന്നു, ആൾക്കാരെ വന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആ മെയിൻ അവരുടെ അജണ്ട അല്ലെങ്കിൽ അവര് ആരുടെ പക്ഷത്താണെന്നുള്ളത് അവരുടെ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോ ഇവരെല്ലാവരും ചർച്ച തുടങ്ങുമ്പോൾ ഈ ഇവരെല്ലാവരും പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സിനിമയായി കണ്ടാ പോരെ? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. സിനിമയായിട്ട് കണ്ടാ പോരെ? സിനിമ മനുഷ്യനെ ബാധിക്കില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന മെയിൻ പിന്നെ ചർച്ചകൾ. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഈ സിനിമയോട് എല്ലാവർക്കും, അതായത് ഞാൻ എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഹിന്ദുത്വപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ ഒരുപാട് മനുഷ്യരെല്ലാവരും അവര് ഈ പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സിനിമയെ കണ്ട അഭിപ്രായങ്ങൾ അറിഞ്ഞപ്പോൾ, എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടൊന്നുമല്ല അഭിപ്രായം പറയുന്നത്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം മനുഷ്യര്, അവരാർക്കും ഒരു ദ്രോഹത്തിനും പോവാത്ത ആൾക്കാരാണ്. അവര് ഒന്നായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഹിന്ദു ഒന്നായിട്ടൊരു ചോദ്യം ചോദിച്ചു. അതായത് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഗോദ്ര സംഭവം കാണിക്കുന്നുണ്ട്. ഗോദ്ര സംഭവം ഇനിയിപ്പോ എന്താണെന്നുള്ളത് ഞാൻ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിന്റെ
എല്ലാ തരത്തിലുള്ള A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആര് ചെയ്തു, എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു, എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു സിനിമ കാരണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അപ്പോ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയും കഴിഞ്ഞ തലമുറയും എന്നെ പോലെ പ്രായമായവരും എല്ലാവരും ഈ ഗോദ്ര സംഭവം എന്താണ്, ഈ കലാപത്തിന്റെ പുറകിൽ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ ഗോദ്ര സംഭവം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ ഗോദ്ര സംഭവം കാണിക്കുന്നത് അത് ഹിന്ദുക്കള് പിന്നെ എന്താ പറയാ വളരെ അങ്ങേയറ്റത്തെ തീവ്രവാദികളായിട്ട് ഹിന്ദുക്കള് അങ്ങനെ ഒരു സംഭവം പടച്ചു വിട്ടിട്ട് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ആ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിയിട്ട് അധികാരം പിടിച്ചു വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ആ ട്രെയിനിലെ തീയിടൽ സംഭവിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് ഈ പടത്തിനെ വളച്ചൊടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ സംഗതിയില് ഈ ഗോദ്ര സംഭവം ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇപ്പം ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയിട്ട് വിവാദങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് 59 പേര് മരിച്ചതും അവര് വെറും സന്യാസികളായിരുന്ന കർസേവകരായിരുന്ന മനുഷ്യര്, സന്യാസികളായിരുന്ന മനുഷ്യര്, അങ്ങനെയുള്ള മനുഷ്യര് ഇതിനകത്ത് 59 പേരാണ് മരണപ്പെട്ടതെന്നും ഈ മരണപ്പെട്ടവരിൽ 10-20 കുട്ടികളായിരുന്നു, കുഞ്ഞു മക്കളായിരുന്നു എന്നുള്ളതും 17 ദിവസം പോലും പ്രായമാവാത്ത ഭൂമിയിൽ, നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് 17 ദിവസം പോലും പ്രായമാവാത്ത കൊച്ചു കുഞ്ഞടക്കം വെന്തു മരിച്ചു എന്ന് കേട്ടപ്പോഴ് ചങ്കിനകത്ത്, അതായത് നമുക്ക് ഒരു മനുഷ്യനായവർക്ക്, മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരു മനുഷ്യനായവർക്ക് ചങ്ക് കത്തിപ്പോകുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. അപ്പോ ആ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ പുറകിൽ ആരായിരുന്നു, ആരാണ് അതിന് പിന്നെ പ്ലാൻ ചെയ്തത്, അതിന് ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനു മുമ്പ് നടന്നിട്ട് ഇത്ര വ്യക്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത്ര വ്യക്തമായിട്ട് അത് സംഭവിച്ച കാര്യങ്ങളും കഥകളും അവിടെ ഒരു ഭാഗത്ത് ഉണ്ടായി എന്നിരിക്കെ അതിന്റെ സത്യാവസ്ഥകൾ മറച്ചുകൊണ്ട് ഞാൻ ഈ എമ്പുരാന്റെ സിനിമാ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്ത, അവർ അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്തിനാണ് ഇവര്, എന്ത് അജണ്ടയോട് കൂടിയിട്ടാണ് ഇവരിത് നടപ്പാക്കിയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും പറയുന്നുണ്ട് സിനിമയെ സിനിമയായി കണ്ടാൽ പോരെയെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുന്നു. സിനിമാക്കാരൻ, ഇത് പടച്ചുണ്ടാക്കിയ സിനിമാക്കാരനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ സംഭവം സത്യസന്ധമായി ഈ സംഭവം നിങ്ങൾക്ക് കാണിച്ചാൽ എന്തായിരുന്നു പ്രശ്നം? നമ്മൾ സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നോ നമുക്ക് അങ്ങനെ യാതൊരു പരാതികളും ഇല്ല. കാരണം ചുരുളി പോലുള്ള പച്ചത്തെറി മാത്രം പറയുന്ന, അതായത് നാക്ക് വളച്ചു കഴിഞ്ഞാൽ പച്ചത്തെറി മാത്രം വിളിക്കുന്ന ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയതാണ്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ഒരുപാട് കാലം അത് പറഞ്ഞതാണ്. അതുപോലെ ചുരുളി, അതിനേക്കാളും വൃത്തികെട്ട രീതിയിലുള്ള പല സിനിമകളും, ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന, കാണാൻ അറയ്ക്കുന്ന പല രീതിയിലുള്ള സിനിമകളും നമ്മുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രതിരോധവും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ, സിനിമ ഇത് ഡയറക്റ്റ് ചെയ്ത ആൾക്കാരുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള അജണ്ടകളും ഇല്ലായിരുന്നെങ്കിൽ ഒരു കൂട്ടരെ, ഇത് ചെയ്ത ഒരു കൂട്ടരെ, ഒരു പറ്റം ജിഹാദികളാണ് ഇത് തീയിട്ടതെന്നും ആ ജിഹാദികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടും ആ ജിഹാദികൾ ഇന്ന് പിന്നെ അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടും ചില അനുഭവിക്കുന്നവരുണ്ടായിട്ടും ഈ ജിഹാദികളെ പിന്നെ പൂശാനായിട്ട് ഈ രായപ്പൻ നോക്കേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് പിടികിട്ടാത്തൊരു ചോദ്യം. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. എന്നെ ഒരു സാധാരണ വീട്ടമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം, അറിവില്ലായ്മ, എന്റെ അറിവില്ലായ്മ എന്ന് വിചാരിച്ചാൽ മതി. എന്തിനാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ, ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ചവന്മാർക്കും ഈ പറയുന്ന സ്വന്തം രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ ശ്രമിച്ച രായപ്പനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയിലെ കഥ അങ്ങനെ ഗോദ്ര സംഭവം അവതരിപ്പിക്കണമായിരുന്നെങ്കിൽ ആരും നിങ്ങളുടെ കൈ പിടിച്ചിട്ടില്ല. ഗോദ്ര സംഭവം അവതരിപ്പിക്കാം, ഈ ഭൂമിയിൽ നടക്കുന്ന സർവമാന കാര്യങ്ങളും കഴിഞ്ഞ ചരിത്രങ്ങളായാലും എന്ത് സംഭവങ്ങളായാലും നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അതൊക്കെ അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്, ഒരു എതിരുമില്ലാതെ ഞാൻ പറയുന്നു. പക്ഷേ ഒരു സംഭവം നടന്നാൽ ആ സംഭവം അതുപോലെ അതിന്റെ സത്യാവസ്ഥയോട് കൂടിയിട്ട് അവതരിപ്പിച്ചാൽ പോരെ രായപ്പ? അല്ലെങ്കിൽ ആ സംഭവത്തിനെ വളച്ചൊടിച്ചിട്ട് അത് ചെയ്തവന്മാരെ വെള്ള പൂശിയിട്ട് ഇത്രയും പുട്ടിയിട്ടും എനിക്ക് വെളുപ്പിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ രായപ്പന് എത്ര കിട്ടിയിട്ടാണ് രായപ്പൻ ഇത് ചെയ്യുന്നത്? അവിടെയാണ് സംശയം.
ആരോടും ഒരു തരത്തിലുള്ള വെല്ലുവിളികൾക്കും പോവാതെ ഒരു തരത്തിലും ആരെയും ദ്രോഹിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിട്ട് മരണമാണെങ്കിൽ മരണം, ജാതി മാറ്റമാണെങ്കിൽ ജാതി മാറ്റം, അക്രമമാണെങ്കിൽ അക്രമം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വഴിപ്പെട്ടിട്ട് അടിമകളെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദു സമൂഹം. ആ ഹിന്ദു സമൂഹം ആരോടും മെക്കിട്ട് കയറാൻ പോവാനോ ആരുടെയും തട്ടിപ്പറിക്കാനോ ആരെയും കൊലയ്ക്ക് കൊടുക്കാനോ പോവാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിക്കുന്ന ഈ പാവം ഹിന്ദുക്കളെ എന്തിന്റെ പേരിലാണ് ഈ ഹിന്ദുക്കളെ ആക്രമിച്ച് കൊന്ന ഈ 59 പേര് തീയിട്ട് കൊന്ന ഈ തീയിട്ട് കൊന്നിട്ടുള്ള ഈ കഥ അത് അങ്ങനെയല്ല വന്നത്. അപ്പുറത്തുള്ളവന്മാരാണ് ഭയങ്കര മഹാന്മാരിൽ മഹോന്നതൻ എന്ന് വരുത്തി തീർക്കാൻ രായപ്പന് എന്ത് കിട്ടിയിട്ടാണ് രായപ്പൻ ഈ കളി കളിച്ചത്? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് രായപ്പന്റെ സിനിമ പിടിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊന്നും ഒരാളും ഇവിടെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾക്ക് സിനിമ പിടിക്കോ തലകുത്തി മറിയോ എന്തോ വേണമെങ്കിലും ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല, ഒരാൾക്കും എതിർപ്പില്ല. ഈ ചാനൽ ഈ പറയുന്ന ചാനലുകളില് പിന്നെ നീണ്ടു നിവർന്നിരുന്ന എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പിന്നെ ചർച്ചകൾ നടത്തുന്ന ഗംഭീരന്മാരായ പിന്നെ ചാനൽ അവതാരകന്മാരോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയായിട്ട് തന്നെ കാണുന്നു? ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. വർമ്മ സാറേ എന്ന് ചോദിച്ചിട്ട് ലൂസിഫറിൽ പറയുന്നുണ്ടല്ലോ, ആ ലൂസിഫർ സിനിമ നമ്മൾ എല്ലാവരും നെഞ്ചോടേറ്റിയ സിനിമയാണ്, എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, എന്തോ ആവട്ടെ എന്താണെങ്കിലും. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എമ്പുരാൻ എടുക്കുമ്പോ ഈ എമ്പുരാനിൽ ഒളിച്ചു കടത്തിയ രാഷ്ട്രീയം, ഒളിച്ചു കടത്തിയ അജണ്ട, ഒളിച്ചു കടത്തിയ വെള്ളപൂശല്, ഒരു പറ്റം ജിഹാദികളെ 19 പേരെ ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്കി ഇല ചവിട്ടി വഴക്കുണ്ടാക്കിയിട്ട് ചുട്ടുകൊന്ന ജിഹാദികളെ വെളുപ്പിക്കാൻ രായപ്പൻ എന്തിനാണ്, ആരുടെ കയ്യിൽ അച്ചാരം വാങ്ങിയിട്ടാ രായപ്പ ഈ പണി ചെയ്തത് എന്നാണ് രായപ്പനോടുള്ള ചോദ്യം. രായപ്പനും ഒരു മോളുണ്ടല്ലോ അല്ലേ? എങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിൽ ശരി രായപ്പനും ഒരു മോളുണ്ടല്ലോ. അപ്പൊ നിനക്ക് മക്കൾ ഉണ്ടാവാത്തതിന്റെ ദണ്ഡം നിനക്ക് നന്നായിട്ട് അറിയുന്നതാണ് അല്ലേ? പാർട്ടി മാറ്റി വെച്ചിട്ട് നിന്റെ മനസ്സിനകത്തെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നീ ചിന്തിക്കേ, നിനക്കൊരു മോളുണ്ട്, ഈ മോളും നിന്റെ ചേട്ടന് 2 മക്കളുണ്ട് നിന്റെ കുടുംബത്ത്. അങ്ങനെ എന്റെ അറിവിൽ നിങ്ങൾക്ക് 3 മക്കൾ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്ത്, പേരക്കുട്ടികൾ അല്ലേ? ആ പെൺമക്കൾ, നിനക്കൊരു മകളാണ് ജനിച്ചത്. ഈ 59 പേര് ഈ ഗോദ്ര സംഭവത്തിൽ 59 പേര് വെന്തു മരിച്ചപ്പോഴ് അത് പുറത്തുനിന്ന് ആ ട്രെയിനിന്റെ പിന്നെ ഡോർ അടച്ചു എന്നാ പറയുന്നത്. അപ്പൊ ആ പാവങ്ങള് തീപ്പന്തങ്ങളായിട്ട് കത്തി എരിഞ്ഞപ്പോ 17 ദിവസം പ്രായമുള്ള കൊച്ചു കുഞ്ഞടക്കം വെന്തു മരിച്ചപ്പോ ഈ രായപ്പന്റെ കുടുംബത്തെ സ്വന്തം മോളാണ് വെന്തു മരിച്ചതെന്ന് നീ ഒന്ന് ഇമാജിൻ ചെയ്യ് രാജപ്പ. കാരണം നീ സിനിമ ഉണ്ടാക്കുന്ന ആളല്ലേ. ഈ സിനിമ ഉണ്ടാക്കുന്ന രായപ്പന് സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടു കാണാനുള്ള ഇമാജിനേഷൻ ഒക്കെ നിനക്ക് നല്ല വശമുണ്ടല്ലോ. നീ ചിന്തിക്ക്, നിന്റെ മോളാണ് കത്തി എമർന്നെന്നുണ്ടെങ്കിൽ നിന്റെ മോളാണ് ഒരു ദിവസം കത്തി എമർന്നെന്നുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ രായപ്പ? അപ്പോ ഈ ഉണ്ടായ സംഭവം അതും അവരുടെയും സിരകളിൽ ഓടുന്നത് ചുവന്ന ചോര തന്നെയല്ലേ? നിന്റെ ഞരമ്പ് മുറിച്ചാൽ നിനക്ക് പച്ചച്ചോരയായിരിക്കും ഉണ്ടാവുക. ആ നിന്റെ പച്ചച്ചോരയാണ് നിനക്ക് ഈ ജിഹാദികളെ വെളുപ്പിക്കാനുള്ള പിന്നെ അവസരം നീ ഉണ്ടാക്കിയത്, അതായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ഓരോരോ കാര്യങ്ങളുടെ വേദന മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവന്റെ വേദന നമുക്ക് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാവണം. അത് മനുഷ്യനെ സാധിക്കൂ. അത് സാധിക്കാതെ പോയതാണ് നിന്റെ എല്ലാം പരാജയം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നീ സിനിമ എടുക്കുന്നതിന് ഇവിടുത്തെ ഒരു കൊടിച്ചി പട്ടിക്ക് പോലും യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല, യാതൊരു തരത്തിലുള്ള പിന്നെ ബുദ്ധിമുട്ടുകളും ഇല്ല. നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നീ എന്തോ ചെയ്യേ, നമുക്കതൊന്നും യാതൊരു വിഷയങ്ങളല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഗോദ്ര സംഭവത്തില് ജിഹാദികൾ കൊന്നുകൂട്ടിയതിന് ജിഹാദികളെ നീ എന്തിനു വെളുപ്പിച്ചു? നിനക്ക് സംഭവം സത്യസന്ധമായിട്ട് കാണിക്കാമായിരുന്നില്ലേ? അപ്പൊ നീ ആരുടെ കയ്യിലുള്ള നാടകമാണ്, ആരുടെ നൂൽപ്പാവയാണ് നീ ആരുടെ നൂൽപ്പാവയാണ്? ആരൊക്കെയോ ചരട് വലിക്കുന്നതിനനുസരിച്ച് ആടുന്നവനാണ് ഈ പറയുന്ന ഈ രായപ്പൻ. ഈ പൃഥ്വിരാജ സുകുമാരൻ എന്ന് പറയുന്ന ഈ രാജപ്പൻ ആരുടെയൊക്കെയോ നൂൽപ്പാവയാണ്. അത് സത്യസന്ധമായ കാര്യമാണ്. എന്നിട്ട് അതിനെ വളച്ചൊടിക്കാനാണ്. അപ്പൊ ഓരോരുത്തര് നമ്മൾ ഈ സംഭവങ്ങളെ കുറിച്ച് ഒരാൾ എതിർക്കുമ്പോൾ സാധാരണക്കാരനായി ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോ ഈ അഭിപ്രായങ്ങളെ തുറന്നു പറഞ്ഞവരെ മുഴുവനും കൊണ്ടുപോയിട്ട് RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടുകയാണ്. അത് മറ്റൊരു തട്ടിപ്പ്. ഈ ചാനൽ ചർച്ചകളിലെ വില്ലന്മാർ ചെയ്യുന്ന പരിപാടികളാണ്. ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ടിട്ട് കുറേ പിന്നെ മാന്യന്മാരിപ്പുണ്ട്, അവര് ജഡ്ജിമാരാണ്, സുപ്രീം കോടതി ജഡ്ജിയാണ്. നമ്മുടെ നാട്ടിലെ മൗദൂദി ചാനലുകളിൽ ഇരിക്കുന്ന കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്ന മഹാമാന്യന്മാരുണ്ടല്ലോ, അവരുടെ കയ്യിലാണ് ഈ പറയുന്ന സംഭവങ്ങളുടെ മുഴുവനും നിയമപരമായ എല്ലാ കാര്യങ്ങളും പോകുന്നതും തീരുമാനിക്കുന്നതും. ഈ ലോകം തന്നെ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന ഈ മലയാളി ഈ പറയുന്ന മാതൃഭൂമി എന്നൊക്കെ പറയുന്ന മൗദൂദി ചാനലുകളിലെ
കോട്ടിട്ട മാന്യന്മാര് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് ഇരിക്കുന്നത് എന്നാണ് സ്വയം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആരനങ്ങണം ആരനങ്ങണ്ട, ആര് കിടക്കണം ആര് കിടക്കണ്ട എന്നൊക്കെ ഈ പറയുന്ന മൗദൂദി ചാനലിൽ ഇരിക്കുന്ന ഈ എന്താ പറയാ മാപ്രകളാണ് തീരുമാനിക്കുന്നത്. മാപ്രകൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ഘോരം മാപ്രകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആരെന്ത് ചെയ്യണമെന്ന്, ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് മാപ്രകൾ പറയും. നമ്മൾ അങ്ങ് അനുസരിച്ചാൽ മതി. അമ്പ്രാന്മാരാണ്. അമ്പ്ര എന്ന് പറഞ്ഞാൽ മതി. ഈ ഏഷ്യാനെറ്റ് ആണെങ്കിലും മഞ്ഞരമയാണെങ്കിലും ഈ മാതൃഭൂമി ആണെങ്കിലും ശരി, യവന്മാരങ്ങ് കൽപ്പിക്കുവാണ് നമ്മളോട്. നമ്മുടെ ടാക്സും നമ്മുടെ ചെലവും കൊടുത്ത് നമ്മൾ നമ്മുടെ പാടിന് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കണം, എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, ഈ വക സംഭവങ്ങളൊക്കെ ഈ മാന്യന്മാര് പറയും. ഇവരാണ് വിധിക്കുന്നത്. അപ്പൊ അവരാണ് പറയുന്നത് എന്ത്, ഈ സിനിമയെ കണ്ടാൽ പോരെ എന്നാണ് ചോദ്യം. ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഈ സിനിമ എടുത്ത ആൾക്ക് ഒരു സംഭവം നടന്നതിന്റെ സത്യസന്ധമായ രീതിയിൽ കാണിച്ചുകൂടെ എന്ന് അത് ഈ ജനം TV മാത്രമാണ് ചോദിച്ചത്. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ചാനലുകളും. അല്ലാതെ ഈ മൗദ്യോഗിക ചാനലുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള അച്ചാരം വാങ്ങിയിട്ടിരിക്കുന്നതാ. ജിഹാദികളുടെ കയ്യിൽ നിന്ന് അങ്ങേയറ്റത്ത് അച്ചാരം വാങ്ങിയിട്ടിരിക്കുന്ന മനുഷ്യരാണ്. അവരെങ്ങനെ ചോദിക്കും? അവർ രായപ്പനോട് ചോദിക്കൂ? ഈ കണ്ട കാലങ്ങളായിട്ട് എത്രയോ വ്യക്തമായിട്ട് ഈ മൗദ്യോഗിക ചാനലുകളുടെ കയ്യിൽ തന്നെയുണ്ട് റെക്കോർഡ്. ഗോദ്ര സംഭവത്തിന്റെ സത്യസന്ധമായ റെക്കോർഡ് ഇവരുടെ കയ്യിലുണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഈ മാപ്രകൾ എല്ലാവരും കൂടി കിടന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. ഈ പറയുന്ന ജിഹാദികൾ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് അതൊക്കെ കടിച്ചു പിടിച്ച് നടക്കുന്ന വെറും കഞ്ഞി പട്ടികളാണ് ഇവർ മുഴുവൻ. ഈ പറയുന്ന ജിഹാദികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണം കടിച്ച് ചവച്ചരച്ച് എന്നിട്ട് അവർക്ക് വേണ്ടി കുരയ്ക്കുന്ന മാധ്യമങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ഗോദ്ര സംഭവത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അറിഞ്ഞത് ആണല്ലോ. അപ്പൊ ഈ രാജപ്പൻ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജിന് ഈ വക സിനിമകളെ കുറിച്ച് എടുക്കുമ്പോൾ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പക്ഷെ ഗോദ്ര സംഭവമായി തന്നെ സത്യസന്ധമായി കാണിച്ചുകൂടായിരുന്നോ രാജപ്പ? ഇതാണ് എന്റെ ചോദ്യം. ഇതിനെന്തിനാ വളച്ചൊടിക്കുന്നേ? ഇത് ഞാൻ ചോദിക്കുമ്പോ എന്നെ നേരെ കൊണ്ടുപോയിട്ട് RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടും. സംഘിണി. അത് എന്റെ അപ്പുറത്തുള്ള ഒരാൾ ചോദിച്ചാലും സോഷ്യൽ മീഡിയയിൽ ആര് ചോദിച്ചാലും ആ ചോദിക്കുന്നവരെ മുഴുവനും സംഘത്തിന്റെ അല്ലെങ്കിൽ RSSന്റെ കാര്യാലയത്തിൽ കൊണ്ടങ്ങ് നേരെ കൊണ്ടുപോയി കെട്ടുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രിക്ക്. ഇവിടെ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ട്രിക്ക് ഈ സംഭവമാണ്. RSS എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് അവന്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഒരു ഹിന്ദുവായവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഒരു ഹിന്ദുവായവന് സനാതന ധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഹിന്ദുവായ ഒരാൾക്ക് രാഷ്ട്രീയത്തിന് മാത്രമല്ലാതെ വേറൊരു കാര്യങ്ങൾക്ക് വായ തുറക്കാൻ പാടില്ല. ഇവിടെയാണ് അഭിമന്യുവിന്റെ വാക്ക് മനസ്സിലാവുന്നത്. അഭിമന്യു പറഞ്ഞതാണ് കറക്റ്റ്. അഭിമന്യു ആ പയ്യൻ ഒരുപാട് കാലം മുമ്പേ മരിച്ചു അതിനെ കൊന്നു കളഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ജിഹാദികൾ കൊന്നതാണ്. കോളേജിനകത്ത് കയറിയിട്ട് ജിഹാദികൾ ഒറ്റ കുത്തിന് തീർത്തതാണ് അഭിമന്യുവിനെ. ആ അഭിമന്യു പറഞ്ഞത് എന്താണ്? ഇവിടെ അവൻ പറഞ്ഞ വാചകമാണ്. ഇവിടെ ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട് RSSന്റെ പേരും പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് ആ പയ്യൻ ചോദിച്ചത്. അടുത്ത നിമിഷം അവൻ കൊല്ലപ്പെട്ടു. അവനെ കോളേജ് അങ്കണത്തിൽ കയറിയിട്ട് സുഡാപ്പികള് ഒരൊറ്റ കുത്തിന് തീർത്തു. എന്നിട്ട് അവന്റെ പേരില് കോടികളും പിടിച്ച് പുട്ടടിച്ചിട്ട് ഇന്നും നമ്മുടെ ഒരു വീട് പോലും ആ പയ്യൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. കോടികളാണ് പിരിച്ചത് അഭിമന്യുവിന്റെ പേരിൽ. അഭിമന്യു എന്ന് പറയുന്ന ഹിന്ദു ചെറുപ്പക്കാരന്റെ പേരില് കോടികളാണ് പിരിച്ചത്. ഇവിടുത്തെ മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഈ പറയുന്ന ഇടതുപക്ഷ സാംസ്കാരിക നായകൾ ആരെങ്കിലും കുരച്ചോ? കേട്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ ഇടതുപക്ഷ ഈ പറയുന്ന എന്ത് കാര്യങ്ങൾ നമ്മൾ മിണ്ടുമ്പോഴും ഞാനടക്കം എന്നെ പറയുമ്പോ സംഘി ഈ പറയുന്ന നമുക്ക് സംഘിച്ചാപ്പ ചാർത്തി തരുന്നുണ്ടല്ലോ. നമുക്കതൊരു പോരായ്മയായിട്ട് നമ്മൾ കരുതുന്നേ ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിന് സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ, ന്യായമായ ചോദ്യം ചോദിച്ചാൽ ഉടനെ കൊണ്ടുപോയിട്ട് RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് കിട്ടും. അതാണ് നമുക്ക് തരുന്ന സംഘിച്ചാപ്പ. ഈ സംഘിച്ചാപ്പ കൊണ്ട് ആര് പേടിക്കുന്നത്? ആരെങ്കിലും പറയുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല, നെവർ എവർ. ഈ പറയുന്ന ഇതിന്റെ പുറകിലുള്ള അജണ്ടയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാളൊരു ചോദ്യം ചോദിച്ച സോഷ്യൽ മീഡിയയിൽ എന്താ സാധാരണ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടാൽ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലേ? സാധാരണക്കാരന് ചോദിക്കാം, അല്ലാത്തവർക്ക് ചോദിക്കാം. അത് ചോദിക്കുമ്പോ എന്തിനാണ് ഇവരെ സംഘത്തിന്റെ കാര്യാലയത്തിൽ കൊണ്ട് കിട്ടുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ വായടപ്പിക്കാനാണോ? ഈ രാജപ്പനടക്കം
ഈ രാജപ്പനടക്കം ഇടതുപക്ഷ ചിന്താഗതികളായിട്ട് നടക്കുന്ന സാംസ്കാരിക നായകൾ എല്ലാവരും ഇടതുപക്ഷം ഹൃദയപക്ഷം അത് പറയാനായിട്ട് ഒരു നാണക്കേടുമില്ല. ഇടതുപക്ഷം ഹൃദയപക്ഷം അത് പറയാൻ ഒരു നാണക്കേടുമില്ല. ഇവിടുത്തെ കമ്മ്യൂണിസമാണ് നാട് നശിപ്പിച്ച് ഈ അവസ്ഥയിലാക്കി തീർത്തത്. കമ്മ്യൂണിസം നാട് നശിപ്പിച്ച് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് നാട് നശിച്ച് നാറാണ കല്ലെടുത്തു. ഇനി നശിക്കാനായിട്ട് യാതൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അടുപ്പിച്ച് നമ്മുടെ നാട് ഭരിച്ചു കഴിഞ്ഞപ്പോ നാട്ടിൽ വികസനമില്ല, യാതൊരു ഡെവലപ്മെന്റും ഇല്ല. ആകെ കൂടി ഡെവലപ്പ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മകൻ രക്ഷപ്പെട്ടു, മകൾ രക്ഷപ്പെട്ടു, കോടീശ്വരന്മാരും കോടീശ്വരികളായിട്ട് അവരുടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി അടുത്ത 10 തലമുറ ജീവിക്കാനുള്ള കോടികള് കേരളത്തിലെ മലയാളികളെ പറ്റിച്ചിട്ട് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഭാഗം സേഫാണ്. അങ്ങേർക്ക് ഇപ്പൊ കേരളം കത്തുവോ, കേരളം കത്താണ്ടിരിക്കുവോ, കേരളത്തിൽ തിന്നോ കുടിക്കോ ആരെങ്ങനെയായാലും അങ്ങേർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ ഏതെങ്കിലും സാംസ്കാരിക നായകൾ വായ തുറക്കുന്നുണ്ടോ? കക്കുമ്പോ ഇവരെല്ലാവരും ഒരുപോലെയാണ്. കാരണം ഞാൻ കക്കുമ്പോ നീ എനിക്ക് കൂട്ടുനിന്നാൽ, നീ കക്കുമ്പോ ഞാൻ നിനക്ക് കൂട്ടുനിൽക്കുന്നു. ഈ സിനിമാ ലോകത്തിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഡ്രഗ്സിന്റെ ബിസിനസ് നടക്കുന്നതും ഈ സിനിമാ ലോകത്താണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും സിനിമ നടത്തിപ്പുകാരും സിനിമയ്ക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരും ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന വലിയൊരു ഡ്രഗ്സിന്റെ മാഫിയയാണ് നമ്മുടെ നാട്ടിലത്തെ ഫിലിം ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുന്നതല്ല, എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കാനും പോകുന്നില്ല. നാളെ ഫിലിം ഇൻഡസ്ട്രി നേരെയാവാനും പോകുന്നില്ല. ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. കാരണം അവന്മാരുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള കഴിവുകളും പണവും അധികാരവും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരെ ആരും ചോദ്യം ചെയ്യില്ല. അവർക്ക് എന്തുമാവാം. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. എല്ലാവരും ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കും. അതാണ് ഫിലിം ഇൻഡസ്ട്രി. ആ ഫിലിം ഇൻഡസ്ട്രിക്ക് അകത്ത് ഒരാളും ഒരാളെയും ചോദ്യം ചെയ്യാനോ അന്വേഷിക്കാനോ യാതൊരു കാര്യങ്ങൾക്കും പോവില്ലെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവരൊരു യൂണിറ്റ് ആണ്. ആ ഫിലിം ഇൻഡസ്ട്രിയിൽ അവരവരുടെ പൈസയും കൊടുത്ത് ഇപ്പൊ ഒരുപാട് ഒരു ചെറിയ പടങ്ങളിൽ അഭിനയിക്കാൻ വന്നു. 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും 25 ലക്ഷമൊക്കെ ആയിട്ട് പ്രതിഫലം മേടിച്ച് അഭിനയിച്ച് ഒരുവിധം നല്ല സൂപ്പർ സ്റ്റാർ ആവുമ്പോ എങ്ങനെയാണ് ഇവന്മാരെ സൂപ്പർ സ്റ്റാർ ആവുന്നത്? നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ആരാധന വരുവാണ്. ഇവന്മാരോട് ആരാധന വരുന്നു. ചിലവര് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു, ചിലവര് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നു, ചിലവര് രായപ്പനെ ഇഷ്ടപ്പെടുന്നു. എല്ലാവരും ഓരോരുത്തരെ ആരാധിച്ച് നാട്ടിലുള്ള ആൾക്കാര് ആരാധന മൂക്കുമ്പോ അപ്പോഴാണ് ഇവന്മാർ അങ്ങോട്ട് താരരാജാക്കന്മാരായി മാറുകയാണ്. ഈ താരരാജാക്കന്മാരായിട്ട് മാറുമ്പോൾ ഈ താരരാജാക്കന്മാർ പിന്നെ ആരാണെന്നറിയോ? പിന്നെ ഇവര് ആകാശത്ത് നിൽക്കുന്നവരാ. പിന്നെ ഇവര് ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ല. പിന്നെ ഇവരെന്നും ആകാശത്താ. പിന്നെ താഴോട്ട് ഇറക്കില്ല. ആരാണ് ആകാശത്ത് കയറ്റിയത്? ഈ നാട്ടിലെ ജനങ്ങളാ. അത് പിന്നെ ഇവന്മാരങ്ങ് മറക്കും. ഞങ്ങളെ ഭൂമിയിൽ നിൽക്കേണ്ടവരല്ല, ഞങ്ങൾ ആകാശത്ത് നിൽക്കേണ്ടവരാ. അപ്പോ ആകാശത്ത് നിൽക്കുന്ന താരരാജാക്കന്മാരായിട്ട് മാറ്റിയത് ആരാണെന്ന് വന്ന വഴി മറക്കുന്ന ഈ പറയുന്ന രായപ്പനും ലാലപ്പനും എല്ലാവരും. ഇവിടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ രായപ്പൻ പിന്നെയും ചെറുപ്പാണെന്ന് പറയാം. ഈ ലാലപ്പന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല്, ലാലപ്പൻ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അമേരിക്കയിലും ലണ്ടനിലും അല്ലാത്ത സ്ഥലത്തും ഒക്കെ പോയി ഈ സ്കിന്ന് തൊലി ഒളിച്ചു വെച്ചിട്ടും ഈ പറയുന്ന സംഗതികൾ കുത്തി വെച്ചിട്ടും പിന്നെ ചെറുപ്പമാക്കാൻ വേണ്ടി തൊലി നിവർത്താനും പിന്നെ ലൂസായ മസിൽ മുറുക്കാനും എവിടെയെങ്കിലുമൊക്കെ പോയി കോടികൾ ചെലവാക്കി അവിടെ ഇവിടെയൊക്കെ പോയി ചികിത്സിച്ച് നല്ല പക്കാഭാവത്തിൽ ഇരുന്നിരുന്ന ഒരു മുഖമാണ് ഒടിയൻ എന്ന് പറയുന്ന സിനിമ ഒടിയൻ ഇറങ്ങുമ്പോഴാണോ അതിന് മുമ്പാണോ എന്നറിയില്ല. അത് ഇറങ്ങിയോട് കൂടിയിട്ട് അയാളുടെ മോന്ത കണ്ടു കഴിഞ്ഞാല് എന്തോ ഒരു നിർവികാര ജീവിയുടെ പോലെ ആയിപ്പോയി. എത്ര കോടി കൊടുത്തിട്ടാണോ ആ മോന്ത അങ്ങനെയാക്കി തീർത്തത് അറിയില്ല. അയാളുടെ ഇഷ്ടം, അതെന്തോ ചെയ്യട്ടെ. അന്ന് മുതൽ ഒരു നിർവികാരനായ ഒരു പാവയാണ് മുഖം കണ്ടു കഴിഞ്ഞാല്. ആ മുഖം കണ്ടു കഴിഞ്ഞാല് ആ ഒടിയൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാരനാവാൻ പോയതാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ കയ്യിലുള്ള കോടികൾ കൊടുത്തിട്ട് തൊലി ചുളുക്കിയിട്ടും ഇഞ്ചക്ഷൻ ചെയ്തിട്ടും നീണ്ട തൊലി നീട്ടാനും ചുരുക്കാനും എല്ലാം ഇവന്മാര് കൂടി കിടന്ന് ലണ്ടനിലും അമേരിക്കയിലും പോയിട്ട് ഈ പറയുന്ന നമ്മളെ പറ്റിക്കാനായിട്ട് തലയിലെ ഒരു രോമം പോലും ഇല്ല. 10-75 വയസ്സുമായി 70 വയസ്സും 10-75 വയസ്സുമായി പല്ലും കൊഴിഞ്ഞ് പഴയ അതൊക്കെ പോയി അവസാനം തലയിൽ ഒരു പൂട പോലും ഇല്ലാതെ ഇരിക്കുന്ന ഇവരെ നമ്മളങ്ങ് വിഗ്ഗും വെച്ച് എവിടേക്കോ പോയി തൊലിയെല്ലാം ടൈറ്റാക്കി മസിലെല്ലാം ടൈറ്റാക്കി
ഇങ്ങനെ മസിലും പെരിപ്പിച്ച് നല്ല കുപ്പായൊക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് അലറി വിളിക്കും, ആ ലേട്ടാ ഇക്കാ. ഇതാണ് ഈ ജനങ്ങള്, നമ്മളെ പോലുള്ള ജനങ്ങള്, സാധാരണക്കാരെ ജനങ്ങൾ കൊടുക്കുന്ന വിലയല്ലേ ഇവന്മാർക്കുള്ളൂ. അല്ലാണ്ട് എന്ത് വിലയാണ്, എന്ത് വിലയാണ്? എന്നിട്ട് ആ ഉണ്ടാക്കുന്ന പാവപ്പെട്ടവന്റെ പിന്നെ അന്നാന്നത്തെ പണിക്ക് പോയി ജീവിച്ചു നടക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുടെ അന്നാന്നത്തെ പോക്കറ്റിൽ നിന്ന് ഓരോ നേരത്തെ ഇവരുടെ സിനിമയും കാണാൻ പോയിട്ട് ആ സിനിമ കൊണ്ട് തമ്പുരാമാരായിട്ടുള്ള തമ്പുരാമാര് ഇന്നിപ്പോ നമ്മളോട് പറയാണ്, ആളറിഞ്ഞ് കളിക്കടാ, ആളറിഞ്ഞ് കളിക്കടാ. ഈ രായപ്പന്റെ ഒരു പിന്നെ അമ്മ, അല്ല സോറി, രായപ്പന്റെ അമ്മയ്ക്ക് പ്രായമുള്ള ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇട്ടേക്കണ പോസ്റ്റാണ്, എന്റെ ഇല്ലുമിനാട്ടി അല്ല, എന്റെ താന്തോന്നിയാണ്, എന്റെ മാങ്ങാത്തൊലിയാണ്, എന്റെ തേങ്ങാ കൊലയാണ് ഈ നിൽക്കുന്നത്, ആളറിഞ്ഞ് കളിക്കടാന്ന്. ഈ കന്നിമാസത്തില് തെണ്ടി പോകുന്ന കോടിച്ചിപ്പട്ടിക്ക് ഇവനേക്കാളും വിലയുണ്ട്. ഈ പറയുന്ന സുപ്രിയ പിന്നെ മേനോനോ എന്തോ തേങ്ങാക്കൊലയാണോന്നറിയില്ല, ഈ സുപ്രിയോടെ ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾക്ക് കന്നിമാസത്തിലെ തെണ്ടിപ്പോകുന്ന ഈ വഴി കൂടെ ഒക്കെ ഓടി നടക്കുന്ന കൊടിച്ചപ്പട്ടികളില്ലേ, ആ കൊടിച്ചപ്പട്ടിക്ക് വിലയില്ല നിന്റെ ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയെ. ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയെ നിന്നോടും ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, നീയൊക്കെ ആളറിഞ്ഞ് കളിക്കേ. ഈ സാധാരണക്കാരായ മലയാളി ജനങ്ങള് വാനോളം ഉയർത്തിക്കൊണ്ട് നടന്ന് താരാട്ട് പാടിക്കൊണ്ട് നടന്ന് ആരാധിച്ചു കൊണ്ട് നടന്ന അത്രയും വിലയെ നിനക്കൊക്കെ ഉള്ളൂ. ഈ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം നിന്നെ എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ പല്ല് കുത്തുന്ന കോലിന് പോലും വിലയുണ്ടാവില്ല. ആ ഞങ്ങളോടാണോ പറയുന്നേ ആളറിഞ്ഞ് കളിക്കാൻ? നാണമുണ്ടോടി? ഈ പറയുന്ന മല്ലിക സുകുമാരനും ഈ പൃഥ്വിരാജ് സുകുമാരനും ഈ ഇന്ദ്രജിത്തും എന്ന് പറയുന്ന ഇവരുടെ ഫാമിലി, ഈ മല്ലിക സുകുമാരൻ, ഞാൻ ആ സ്ത്രീയെ ഒരുപാട് ബഹുമാനത്തോടെ നോക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഈ പറയുന്ന നിന്റെ ഇല്ലുമിനാട്ടി ഉണ്ടല്ലോ താന്തോന്നി, ഈ ഇല്ലുമിനാട്ടി താന്തോന്നിയൊക്കെ 10 പൈസയ്ക്ക് ഗതിയില്ലാതെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ കേരള മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ ഇണ്ണ വരച്ചിട്ട് എന്തോരം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് ഈ പറയുന്ന രായപ്പനും ലാലപ്പനും മന്തപ്പനൊക്കെ വന്നെന്നുള്ളത് അറിയാമോ? അങ്ങനെ ഒരു കാലമുണ്ടല്ലോ സുപ്രിയെ. ഈ പറയുന്ന രായപ്പന് ജീവിക്കാൻ ഗതിയില്ലാതെ 10 പൈസ എടുക്കാനില്ലാതെ അന്യന്റെ മുൻപിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരു കുടുംബമായിരുന്നില്ലേ? ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് രായപ്പൻ. ആ രായപ്പൻ ഇങ്ങനെ 4 സിനിമയിൽ അഭിനയിച്ചിട്ട് 4 ആൾക്കാരെ ആരാധിച്ചു വന്നപ്പം വലിയൊരു താരരാജാവായി, എന്നിട്ട് മറ്റുള്ളവന്റെ ജിഹാദികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു മെഷീൻ ആയതിന് ആ കള്ളപ്പണത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നീ കേരളത്തിലത്തെ ജനങ്ങളോടാണോ പറയുന്നത് ആളറിഞ്ഞു കളിക്കാൻ? നീ ഇത് നേരിട്ടിട്ട് നമ്മുടെ മുമ്പിൽ വന്നു പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ നിനക്ക്? വന്ന വഴി മറക്കുന്നതല്ലേ? വന്ന വഴി മറക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. കഴിഞ്ഞ കാലങ്ങൾ മറക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അമ്മായിയമ്മയോട് ഇടയ്ക്ക് ചോദിച്ചാൽ മതി. നിന്റെ വിശേഷം എനിക്കറിയില്ല, ഈ സുപ്രിയ എന്ന് പറയുന്നവളുടെ വിശേഷം എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന രായപ്പൻ പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്നവന്റെ കുടുംബ വിശേഷം ഈ മലയാളികൾ, ഈ കേരളത്തിലെ മൊത്തം മലയാളികൾക്ക് അറിയാവുന്നതാ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ അവർ ഈ മക്കളെ വളർത്തി കൊണ്ടുവന്നെന്ന് കേരള മണ്ണിലെ സർവ്വ മനുഷ്യർക്കും അറിയാവുന്നതാ. എന്നിട്ടാ മലയാളികളോട് പറയുന്നോ നീ ആളറിഞ്ഞ് കളിക്കേ. നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ നിന്റെ ബെഡ്റൂമിൽ നിനക്ക് പലതും തോന്നിയ ആ നട്ടലിന്റെ വലിപ്പം കണ്ടിട്ടാ നീ പറയുന്നുണ്ടെങ്കിൽ അത് നീയും അവനും കൂടെ പറഞ്ഞു തീർക്കേണ്ട അവസ്ഥയാണ്. മലയാളികളുടെ മുമ്പിലേക്ക് പറയേണ്ടതല്ല. മലയാളികളുടെ മുമ്പിലേക്ക് പറഞ്ഞാലേ നല്ല അന്തസ്സുള്ളവരെ കൈ നിവർത്തി ഇതിനെ ചെകിടത്ത് തരും പറയാ, ഇതെന്റെ ഇല്ലുമിനാട്ടിയാണ്, എന്റെ ലോകസുന്ദരനാണ്, എന്റെ ലോകത്തിലെ തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തുലിയാണ്, നീയും അവനും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് പറയേണ്ട ഡയലോഗാണ്. മലയാളികളോട് പറയാൻ വരരുത്. മലയാളികളോട് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിട് വീർക്കും, അടിച്ച അണപ്പല് തെറിപ്പിക്കും മലയാളികൾ. അത് സിനിമയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ല, ആർക്കായാലും ശരി. വന്ന വഴി മറന്നിട്ടുള്ള വർത്തമാനം വേണ്ട. അത് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളും കഴിഞ്ഞ ജീവിത രീതികളും വന്ന വഴി മറക്കാണ്ട് അത് എന്നും ഓർമ്മയിൽ ഉണ്ടാവണം. അവനവൻ ഏതൊക്കെ കുടുംബത്തിൽ ജനിച്ചാലും നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മൾ എങ്ങനെ വളർന്നു വന്നു, എങ്ങനെ ഇതുവരെ എത്തി എന്നുള്ളത് മറന്നിട്ട് മലയാളികളെ പഠിപ്പിക്കാൻ വരരുത് എന്തിന്റെ പേരിലായാലും. ഇത് നിനക്ക് ഓർമ്മയുണ്ടാവണം. നിനക്ക് നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടാവും നിന്റെ കെട്ടിയ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, സൂര്യനാണ്, പിന്നെ മാങ്ങാത്തൊലിയാണ്, തേങ്ങാക്കൊലയാണെന്ന്. ഞങ്ങൾക്ക് വെറും കൊടിച്ചി പട്ടിയാണ് നിന്റെ ഇല്ലുമിനാട്ടി.
കൊടിച്ചിപ്പട്ടി. ആ ഇല്ലുമിനാട്ടി കൊടിച്ചിപ്പട്ടി നീയും കൂടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇരിക്കുമ്പോ അവനോട് പറ ആളറിഞ്ഞ് കളിക്കാൻ. ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന 4 അഭിനയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അവന്റെയൊക്കെ പിന്നെ ജീവിതം പിന്നെ എങ്ങനെയാണ്, പിന്നെ മറ്റുള്ളവരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം. അതിന്റെ മുകളിൽ നിന്ന് കയറിയിട്ട് നിനക്ക് എന്ത് അഹങ്കാരവും പറയാം. പക്ഷെ സർവീശ്വരൻ, ഈശ്വരനെ മറക്കരുത്. സർവീശ്വരൻ എന്നൊരാൾ മുകളിൽ ഇരിപ്പുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എല്ലാം പൊട്ടി തകർന്ന് താഴെ വീഴാനായിട്ട് മാളികാമുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അത്രേ ഉള്ളൂ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മാറി പറയും. ഒരൊറ്റ ഇരുട്ടി നേരം വെളുത്തപ്പോഴ് വയനാട്ടിലെ ഒരു ഗ്രാമം മുഴുവൻ അവസാനിച്ചതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം അഹങ്കരിക്കാനായിട്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം മനുഷ്യൻ അഹങ്കരിക്കാൻ. നമ്മുടെ അത് നടന്നിട്ട് അധിക കാലമായില്ല. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങള് ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴ് പലർക്കും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ 1-2 പേര് രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരെല്ലാവരും പോയി. ആ ഗ്രാമം തന്നെ പോയി, അവിടെ ഉണ്ടായിരുന്ന വീടെല്ലാം പോയി. ഒരൊറ്റ സെക്കൻഡ് സംഭവിച്ചതാണ്. ഇതൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിലാണോ ആളറിഞ്ഞു കളിക്കാൻ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ആ മെരട്ടും പിന്നെ ഭീഷണി ഒന്നും ഇങ്ങോട്ട് വേണ്ട, അതിങ്ങോട്ട് വേണ്ട. വെറും ദാരിദ്ര്യവാസിയായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാര് 10 കാശുണ്ടായപ്പോ വന്ന വഴി മറന്നിട്ട് പറയാണ്, പിന്നെ ഞാൻ പറയാണ്, ആളറിഞ്ഞു കളിക്കടാന്ന്. ആരോട്? ഈ കേരളത്തിലെ മലയാളികളോടോ ആളറിഞ്ഞു കളിക്കാൻ പറയുന്നത്? ആര് വരുന്നു കളിക്കാനായിട്ട്? ആർക്കാ ഇത്രയും വിവരം കെട്ടവർ ആരാ ഉള്ളേ? ആരാണ് ഇതിന് മാത്രം ജോലിയില്ലാണ്ടിരിക്കുന്നത് ഈ വിവരദോഷയോട് കളിക്കാൻ പോവാൻ? അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കളികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിച്ചാൽ മതി കേട്ടോ സുപ്രിയ. അപ്പോ ഈ സിനിമയുടെ നമുക്കുള്ള മറ്റുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് പറയുമ്പോൾ സാധാരണ സോഷ്യൽ മീഡിയയില് ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ട് എല്ലാവരും പ്രതികരിക്കുമ്പോ, അവനവന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോ എല്ലാവരെയും കൊണ്ടുപോയിട്ട് RSSന്റെ തൊഴുത്തിൽ കെട്ടിയാലും RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടിയാലും ആരും നാളെ വായടപ്പിക്കാന്ന് വിചാരിക്കണ്ട. അത്രേ നമ്മളും പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ കള്ളക്കടത്തിന്റെയും ഡ്രഗ്സ് മാഫിയയുടെയും സർവ്വ കാര്യങ്ങളുടെയും ഏറ്റവും വലിയ സംഗതി എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അത് ഈ ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിലാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പല സിനിമകൾ കാണുമ്പോഴും നമുക്കറിയാം ഇതൊക്കെ വെറും അഭിനയങ്ങളാണെന്ന്. പല സിനിമകളിലും ഈ 70 75 വയസ്സായ കളവന്മാരെ കഴുത്തിലെ ദിവട നോക്കിയാൽ മനസ്സിലാവും. കഴുത്ത് നോക്കിയാൽ ഈ മമ്മൂട്ടി ആണെങ്കിലും ഈ ലാലപ്പനാണെങ്കിലും ഇവരുടെയൊക്കെ ഈ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ വയസ്സായി, തൊലി ചുളുങ്ങി, പിന്നെ തൊലിയൊക്കെ നീണ്ട് അങ്ങനെ കിടക്കുന്നത്. മുഖമല്ലേ മിനുക്കാൻ പറ്റുള്ളൂ. കഴുത്തിലെ തൊലിയൊക്കെ തൂങ്ങിയിട്ട് ഈ 75 76 വയസ്സുള്ള ആൾക്കാർ ഇന്നും 20 21 വയസ്സായ പെമ്പിള്ളേരുടെ പോലെ കൂടെ കാമുകിമാരായിട്ട് അഭിനയിക്കുന്നു, ഭാര്യമാരായിട്ട് അഭിനയിക്കുന്നു. ഈ പറയുന്ന കിളവന്മാര് എഴുന്നേറ്റ് നിൽക്കാൻ 4 ആളുടെ സഹായം വേണം ഈ കിളവന്മാർക്ക്. ആ കളവന്മാര് ഇങ്ങനെ ഒരു കയ്യും കൂടി കാണിക്കുമ്പോഴേക്കും 10 ആള് മറിഞ്ഞു വീഴുന്നു. ബസ്സാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നു. ഈ പൊട്ടത്തരങ്ങൾ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ട് നമ്മളങ്ങ് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നമ്മളും അഭിനയിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണോ? നമ്മൾ എന്താ 1 വയസ്സായ കുട്ടിയോ? മലയാളിക്ക് മൊത്തം മനസ്സിലാവും. ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ എത്ര വയസ്സുണ്ട്, ഇവരെന്തൊക്കെ കോപ്രായങ്ങളാണ് ഇപ്പൊ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇവര് താരരാജാക്കന്മാരായിട്ട് ഇപ്പൊ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുമ്പം ആരാധകർ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. അല്ലാതെ എന്താണ് ഇതിലെ സത്യസന്ധത? നിങ്ങൾ ഈ പറയുന്ന ആരാധനയെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പറയുന്ന മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഇവന്മാരെ കൊണ്ട് അടിന്ന് കേട്ട് കഴിഞ്ഞാൽ 10 മീറ്റർ അകലെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടുന്ന ടീമാണ്. എവരാണ് 4 ആൾക്കാർ അടിക്കാൻ വരുമ്പോഴേ 10 ആൾക്കാർ അടിക്കാൻ വന്നാലും 4 ആൾക്കാർ അടിക്കാൻ വന്നാലും ഒരു കൈ കൊണ്ട് തടുക്കുന്നു, മറ്റേ കൈ കൊണ്ട് അടിക്കുന്നു, ചാടി അടിക്കുന്നു, മലർന്നടിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ എന്താ പറയാ, ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ പല തരത്തിലുള്ള ഇപ്പോഴത്തെ പുതിയ 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 കഴിവുകളെ കൊണ്ട് ഇവര് വലിയ താരരാജാക്കന്മാരായിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇവര് നമ്മളെ എന്താ പറയാ ദിനം പ്രതി വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ നാട് നശിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാര്, അതിന്റെ കാരണക്കാർ ഇവരാണ്. നമ്മുടെ നാട് നശിക്കുന്ന ഇപ്പോഴത്തെ ഈ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാട്ടിൽ വരാനായിട്ട് ഏറ്റവും വലിയ കാരണക്കാർ ഇവരാണ്. ഈ ഫിലിം ഇൻഡസ്ട്രിയാണ്. കണ്ണടച്ച് പറയാൻ പറ്റും. അല്ലെന്ന് അവര് പറയട്ടെ. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത എത്ര ആൾക്കാരെ കാണാൻ പറ്റും? വിരലിൽ എണ്ണാവുന്നവരുണ്ടാവും. അല്ലാത്തവന്മാര് മുഴുവനും ഇതിന്റെ
ഇത് ഉപയോഗിച്ച് നടക്കുന്ന അഡിക്റ്റ് ആയിട്ട് നടക്കുന്ന മനുഷ്യരാണ്. ആരും പക്ഷെ അന്വേഷിക്കില്ല. ഇവര് തമ്പുരാമാരല്ലേ? പിന്നെ ഇവര് കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്നവരാ, ഇടതുപക്ഷ ചിന്താഗതിക്കാരാ. അവരെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല. അവർക്ക് എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും പിന്നെ ഈച്ച പറയാലേ അവർ വായ തുറക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്തനങ്ങിയാലും പിഞ്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നാലും കെട്ടിത്തൂക്കിയാലും പിന്നെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയാലും വെട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും ഒരു കുടുംബത്തെ 5 ആളും ഒരുമിച്ച് തലക്കടിച്ചു കൊന്നാലും ഒന്നും ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ താരരാജാക്കന്മാരോ അതിനോടനുബന്ധപ്പെട്ട വാലാട്ടികളോ വായ തുറക്കില്ല. അവർ വായ തുറക്കില്ല. കാരണം അവർക്ക് എല്ലാവരും വേണം. അവരെന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഭരണപക്ഷത്തെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പഞ്ചപുച്ഛമടക്കി അഭിപ്രായമൊന്നും ഇല്ലാതെ നട്ടെല്ലും ഇല്ലാണ്ട് റബ്ബറിന്റെ നട്ടെല്ലും വെച്ചിട്ട് നടക്കുകയാണ് ഇങ്ങനെ ഓരോ കോലങ്ങള്. ഈ കോലങ്ങളെ സ്വന്തമായിട്ട് നാട്ടിലൊരു പ്രശ്നമുണ്ടാവുമ്പോ അതിനെ എതിർത്ത് പറയാൻ പോലും നട്ടെല്ലില്ലാത്ത ഈ താരരാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന, സ്വന്തമായിട്ട് മറ്റുള്ളവരെ കള്ളക്കടത്തിലും അതിലും ഇതിലൊക്കെ കോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന എവരെയാണ് നമ്മള് താരരാജാക്കന്മാരെന്നും പറഞ്ഞിട്ട് ഒന്ന് തൊടാൻ ഒന്ന് നോണ്ടാൻ നമ്മൾ കൊതിച്ച് പിന്നാലെ ചെല്ലുന്നത്. കഷ്ടം. ഞാനടക്കം, എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല, ഞാനടക്കം ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പ്രാന്തിന് ഒരു കുറവും വന്നിട്ടില്ല. മമ്മൂട്ടി വന്നാലും ഈ രായപ്പൻ വന്നാലും ലാലപ്പൻ വന്നാലും ഇതോടുകൂടി ഈ പറയുന്ന ഈ സിനിമ ഇറങ്ങിയതോട് കൂടിയിട്ട് ഇനി രായപ്പനല്ല, ലാലപ്പനല്ല, മന്ദപ്പനല്ല, പിന്നെ മമ്മൂട്ടിക്കയല്ല, ഏത് പിന്നെ അലവലാതി എന്റെ കൺമുന്നിൽ വന്ന് നിന്നാലും ശരി എന്റെ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. ഇവനൊക്കെ എപ്പോഴോ ചത്തൊടുങ്ങി നമ്മുടെ മനസ്സിൽ. നമ്മളോടില്ലാത്തത്, നാടിനോടില്ലാത്ത, നമ്മളോടും ഈ വളർത്ത് വലുതാക്കിയ നമ്മളോട് ജനങ്ങളോട് ഇല്ലാത്ത നന്ദികൾ നമുക്ക് എന്തിനാ തിരിച്ച്? എന്താണ് അതിന്റെ ആവശ്യം? ഈ ലാലപ്പനായാലും മന്ദപ്പനായാലും നമ്മളോടില്ല അവർക്ക്. അവര് വെറും സ്വാർത്ഥരാണ്. അവരവരുടെ മനസ്സിലെ രാഷ്ട്രീയവും അവരവരുടെ മനസ്സിലെ എവിടെ നോക്കിയോ കിട്ടുന്ന കള്ളപ്പണത്തിന് ജിഹാദികളോട് മാത്രം കടപ്പെട്ട് ജീവിക്കുന്ന ഈ മന്ദപ്പനും ലാലപ്പനും ഒക്കെ ഒരു പട്ടി നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഇനി നോക്കാൻ പാടില്ല. എന്റെ തീരുമാനം ഞാൻ പറയുന്നത്. അതിന് ഞാൻ പറയുന്നതിന്റെ അടിയിൽ വന്നിട്ട് ഇനി തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നവന്റെ കുടുംബത്തെ സംസ്കാരം, അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് സത്യമല്ലേ, അത് പറഞ്ഞാൽ മതി. ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന ഈ താരരാജാക്കന്മാരെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇവർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന, ഇവർക്ക് വേണ്ടി ജീവൻ കളയുന്ന, ഇവരുടെ പിന്നാലെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള വട്ടുകളോടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ഇവര്? നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോ ചിന്തിച്ചു നോക്ക്. ഈ മന്ദപ്പനും ലാലപ്പനൊക്കെ വിഗൊക്കെ ഊരി കഴിഞ്ഞിട്ട് സാധാരണ വേഷത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാ നമ്മൾ തിരിച്ചറിയോ? ഈ മന്ദപ്പനും ലാലപ്പനൊക്കെ ആരെങ്കിലും തിരിച്ചറിയോ? ഒരു മേക്കപ്പ് ഇല്ലാണ്ട്, ഒരു വിഗ് ഇല്ലാണ്ട് നമ്മളൊക്കെ 56ാമത്തെ വയസ്സിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഒരു വിഗും ഇല്ല. ഇതൊക്കെ നല്ല ഒറിജിനലാ. യാതൊരു തരത്തിലുള്ള പുട്ടിയും അടിച്ചിട്ടില്ല. വയസ്സ് 56ആയി. ഇപ്പോഴും നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഈ പറയുന്ന മന്ദപ്പനും ലാലപ്പനും പറ്റുമോ? കോടികളുണ്ട് കയ്യില്. എന്ത് കാര്യം? പുറത്തിറങ്ങിയിട്ട് അന്തസ്സായിട്ട് ഒരു ചായ കുടിക്കാൻ പോകാൻ പറ്റുമോ? ആരാധകരെ കൊണ്ട് നിക്കപ്പുറതിയില്ല, കിടക്കപ്പുറതിയില്ല. മനസ്സറിഞ്ഞിട്ടൊന്ന് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല നാട്ടിലും പോയി കിടക്കണം. അപ്പോ നമ്മുടെ അത്ര പോലും ഇതിനേക്കാളൊക്കെ ഗതികെട്ട് ജീവിക്കുന്ന യവന്മാരെ എല്ലാവരും കഴിഞ്ഞിട്ട് ഈ സിനിമാ ലോകത്തെ മൊത്തം എല്ലാവരും കൂടി വന്നിട്ടാണ് പറയുന്നത് നമ്മളോട്, മലയാളികളോടാണ് പറയുന്നത്, സുപ്രിയ മേനോൻ ആളറിഞ്ഞ് കളിക്കടാ. ഈ എന്താ പറയാ, ഒരു ലേശ മുളുപ്പ് ഈ പെണ്ണുമ്പിള്ളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണുമ്പിള്ള എങ്ങനെ പറയൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. എവളാര്? മൊത്തം ഭാരതത്തിന്റെ അല്ലെങ്കിൽ കേരള രാജ്യത്തിന്റെ മൊത്തം ഭരണകർത്താവോ? ആളറിഞ്ഞ് കളിക്കാൻ പറയാൻ. 10 പൈസയ്ക്ക് ഗതിയില്ലാതെ ഒരു തരത്തിലും ഈ മക്കളെ ഒരു വിധത്തിൽ നോക്കി വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ മല്ലിക സുകുമാരന്റെ കഷ്ടപ്പാട് കൊണ്ട്, ആ സ്ത്രീയുടെ ഒരു കഷ്ടപ്പാട് കൊണ്ട് മാത്രം വളർന്നു വന്ന് ഇപ്പോ ഒരു മന്ദത്തെ കെട്ടിക്കഴിഞ്ഞിട്ട് ആ മന്ദത്തെയാണ് പറയുന്നത് ആളറിഞ്ഞ് കളിക്കാൻ. പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കളിക്കാൻ വേറെ പണിയില്ലല്ലോ. ഇവളുടെ ഇല്ലുമിനാട്ടിയോടും കളിക്കലല്ലേ നമ്മുടെ പണി. നമുക്ക് വേറെ പണികളൊന്നുമില്ല. എവളോടും അവളുടെ ഇല്ലുമിനാട്ടിയോടും കളിക്കാൻ ഏത് പട്ടിക്കാണോ നേരം? എനിക്ക് മനസ്സിലായില്ല. ആരാണോ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഈ ഭൂമിയിലുള്ളതെന്ന് അതും മനസ്സിലായില്ല. അപ്പൊ എന്തിന്റെ പേരിലായാലും ശരി, നിങ്ങൾ സിനിമ എടുത്തോ, ആ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കാണിച്ചോ. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം കുതിര കയറുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ
അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. ഒരു വിഭാഗക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ നമ്മൾ ചോദ്യം ചെയ്യും. അതിവിടെ ചോദ്യം ചെയ്യാനായിട്ട് രാഷ്ട്രീയക്കാരനാവണ്ട, പാർട്ടിക്കാരനാവണ്ട, വേറെ യാതൊരു ഉദ്ദേശവും വേണ്ട. നമ്മുടെ നേരെ വരുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടുത്തെ ഓരോ മനുഷ്യനും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് സത്യസന്ധമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അത് വെച്ചിട്ടാണ്, അതിന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തെ അടിസ്ഥാനത്തിലല്ല അല്ല. അപ്പൊ നമ്മുടെ നേരെ വരുന്ന ഈ തോന്നിവാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്താൽ നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് കെട്ടും? സംഘത്തിന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടും. അപ്പൊ അത് പേടിച്ചിട്ട് ആരും മിണ്ടാതിരുന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പാസ്റ്റാണ്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. നീ സംഘി എന്ന് വിളിക്കുവോ, സംഘിണി എന്ന് വിളിക്കുവോ, എന്ത് തേങ്ങാക്കൊല വിളിച്ചാലും, എന്ത് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കാനുള്ള ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ RSS അല്ല ഇതിനെ ചോദ്യം ചെയ്തത്, ഇവിടുത്തെ സനാതന ഹിന്ദുക്കളാണ്. ഹിന്ദുവിന് വെളിവുണ്ടായി. നീ ഹിന്ദുവിനെയൊക്കെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2022 നടന്ന സംഭവമാണല്ലോ. നീ ഹിന്ദുവിനൊക്കെ നല്ലോണം ഉണർത്തിക്കൊണ്ടിരിക്കുക. എമ്പുരാൻ സിനിമ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. മറന്നു കിടന്നിരുന്ന പല തരത്തിലുള്ള കാര്യങ്ങളെയും തോണ്ടി 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 മാന്തി ഹിന്ദുവിന്റെ മുൻപിലേക്ക് ഇട്ടിട്ട് നീ കാണ്, ഇത് നിന്നെ ചെയ്തിരുന്നതാ, നീ കേക്ക്, ഇത് നിന്നെ പറഞ്ഞിരുന്നതാ, നീ മനസ്സിലാക്ക്, നിന്റെ വിഭാഗത്തിനെ കൊന്നിരുന്നതാ എന്ന് ഹിന്ദുവിനെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് രായപ്പനും ലാലപ്പനും അന്തപ്പനും വേഷം കെട്ടി വന്നത്. അതിന് നല്ല ഒരു ഉപകാരം ഉണ്ടായി. അതിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കും ലാലപ്പനോടും അന്തപ്പനോടും. കാരണം ഗോത്ര സംഭവം എന്താണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല, സത്യം ഞാൻ പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഗോത്ര സംഭവം നടന്നിട്ടുണ്ട്, തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ട്രെയിനിൽ കുറെ ആൾക്കാർ കത്തി മരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ സംഭവം എന്താണെന്ന് എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയ തുറന്നപ്പോ കിടക്കുന്നു നീണ്ടു നിവർന്ന് വേണ്ടത്ര പോലെ സത്യസന്ധമായിട്ട്. ഈ പറയുന്ന മാപ്രകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ വീഡിയോകളിൽ. നമ്മുടെ ഹാഷ്മി പറയുന്ന ഒരു വീഡിയോ സത്യസന്ധമായിട്ട് ഏഷ്യാനെറ്റിൽ ഹാഷ്മി വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഹാഷ്മി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴാണ് എമ്പുരാനെ കൊണ്ടുള്ള ഉപകാരമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ഞങ്ങൾ എന്തായാലും ഈ സനാതന ഹിന്ദുക്കള് നിങ്ങളോട് കടപ്പെട്ടിരിക്കും. അപ്പൊ ഹിന്ദുവിനെ പറയുമ്പോ, ഹിന്ദുവിനെ ചൊറിയുമ്പോ അത് ഹിന്ദു തിരിച്ചു ചോദിച്ചാൽ എന്തിനാ നീ എന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഹിന്ദു സാധാരണ സനാതന ധർമ്മികൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒരാളെയും ചൊറിയാൻ പോകുന്നവരല്ല. അവരവരുടെ പാട് നോക്കി ജീവിക്കുന്നതാ. അവരുടെ ദൈവങ്ങൾ കൊള്ളില്ല എന്ന് പറഞ്ഞാലും, ഏക ദൈവം ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ദൈവങ്ങളില്ല എന്ന് പറഞ്ഞാലും, 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക്, അവരെല്ലാവരും ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ആരോടും ചോദ്യം ചെയ്യാൻ പോകുന്നതല്ല. അല്ല, നിങ്ങളുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും എല്ലാം തെറ്റാണ്, വേദങ്ങൾ പഠിക്കുന്നവരൊക്കെ വഴിതെറ്റി പോവാണെന്ന് പറഞ്ഞാലും നമ്മൾ ആരോടും ചോദിക്കാൻ പോകുന്നില്ല. കാരണം സത്യാവസ്ഥ നമുക്കറിയാലോ. വിറ്റ് തീരാത്ത സാധനങ്ങൾക്കല്ലേ പരസ്യം വേണ്ടൂ. നമുക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല. നമ്മള് എന്നോ ഇവിടെ ഉണ്ട്, ഇന്നലെയും ഇവിടെ ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നമുക്ക് നല്ല തറവാട്ടി ജനിച്ച നമുക്കൊരിക്കലും ഈ പറയുന്ന എന്താ പറയാ കപട സാധനങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് നല്ല റിയൽ ആയിട്ടുള്ള ബ്ലഡാണ്. അതിലൊരു കലർപ്പും ഇല്ല. കലർപ്പുള്ളവന്മാർക്കാണ് ബുദ്ധിമുട്ട്. നമുക്കൊരു കലർപ്പും ഇല്ലെങ്കിൽ നമുക്കതിൽ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ആ ഹിന്ദുവിനെ, മിണ്ടാതിരിക്കുന്ന ഹിന്ദുവിനെ അണ്ണാക്കിൽ കോലിട്ട് കുത്തി, മിണ്ടടാ മിണ്ടടാ, എന്താടാ നീ മിണ്ടാത്ത, നീ എന്താടാ മിണ്ടാത്ത, ചുരുക്കി തോണ്ടി അണ്ണാക്കിൽ കോലിട്ട് കുത്തി ഒരുപാടായി കഴിഞ്ഞാലേ അപ്പോ പ്രതികരിക്കും. അതാണ് സംഭവിച്ചത്. അതിന് RSSകാരാണ് സിനിമയെ ചോദ്യം ചെയ്തത്. RSSന്റെ കാര്യത്തിലുള്ള അങ്ങനെ RSS അല്ല ഇവിടെ. എല്ലാവരും ഈ ഭൂമിയിലെ കേരള മണ്ണിലെ എല്ലാ മനുഷ്യരും RSSകാരല്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ RSS എന്നോ സംഘീനോ സംഘിണിയോ എന്തോ പറയും, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് നമ്മുടെ വായടപ്പിക്കാമെന്ന് കരുതണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് രായപ്പനല്ല ലാലപ്പനല്ല ആരെന്ത് പറഞ്ഞാലും ശരി, ഈ വക തെണ്ടിത്തരങ്ങൾ കാണിച്ചാൽ അത് പറയുന്നെ ചെയ്യും. കുറെ കാലങ്ങളായിട്ടുണ്ട് ഹിന്ദുവിനെതിരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആക്രോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹിന്ദുവിനെ ചൊറിയ, വെറുതെ ഇരിക്കുന്ന ഹിന്ദുവിനെ ചൊറിഞ്ഞ് പണി വാങ്ങുക. രായപ്പൻ അതാ ചെയ്തത്. ഈ എന്താ പറയാ രായപ്പൻ എന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ പറഞ്ഞു, പൃഥ്വിരാജ് സുകുമാരൻ വെറുതെ ചൊറിയാനിരിക്കുക. ഈ കൃത്യമായിട്ട് ഇവന്റെ ഈ സിനിമയുടെ പുറകില് ആരാണ് ഇവന്റെ ഫണ്ട് ഒഴുക്കുന്നത്? ഇവൻ 20-25 ലക്ഷങ്ങളൊക്കെ മേടിച്ച് അഭിനയിച്ചിരുന്നല്ലോ. ആ അഭിനയം കഴിഞ്ഞിട്ട് കുറച്ച് കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ സ്വന്തമായിട്ട് പിന്നെ പണിക്കാരൊക്കെ പിരിച്ചുവിട്ടു.
ഇവിടെ സിനിമ എടുത്തിരുന്ന സംവിധായകന്മാരും അതിന്റെ പുറകിലുണ്ടായിരുന്ന പിന്നെ അണിയറ പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. ബാക്കി ഇവരൊക്കെ നടന്മാരായിരുന്നല്ലോ. ഈ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഇവരൊക്കെ നടന്മാരായിരുന്നു, താരരാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരെ ഇപ്പൊ പണി നിർത്തിയിട്ട് സ്വയം പണിയാൻ തുടങ്ങി. ആ സ്വയം പണിയാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ലക്ഷങ്ങൾ വരുന്നു. ഒരു 10-20 കോടിക്ക് 10 കോടിക്ക് സിനിമ ഇറക്കി കഴിഞ്ഞാൽ 10 കോടിക്ക് സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതിൽ 20 കോടി കളക്ഷൻ ഉണ്ടായാൽ ഈ 10 കോടി എവിടുന്ന 20 കോടിയിൽ വന്നതിൽ 10 കോടി അവന് ലാഭമാണ്. ഇവൻ ഈ സിനിമ ഇറക്കാനായിട്ട് വന്ന 20 കോടി എവിടുന്ന് വന്നു എന്ന് ആരും അന്വേഷിക്കുന്നില്ല. അതെവിടുന്നാ വന്നേ? അത് ആരാ കൊടുക്കുന്നേ? ആരാ ഇൻവെസ്റ്റ് ചെയ്യുന്നേ? ഇവരങ്ങോട്ട് സ്വയം സിനിമാ കമ്പനികൾ ഉണ്ടാക്കുകയാണല്ലോ. മമ്മൂട്ടിക്ക് സ്വന്തം കമ്പനിയുടെ സിനിമാ കമ്പനി, മോഹൻലാലിന് സ്വന്തം സിനിമാ കമ്പനി ഉണ്ട്. പൃഥ്വിരാജ് സുകുമാരന്റെ ഇപ്പൊ വന്നിരിക്കുന്നു പുതിയ ഇല്ലുമിനാട്ടി, അവന് സ്വന്തം കമ്പനിയുണ്ട്. ഇവന്റെ കമ്പനിയിലേക്ക് ആരാണ് ഇത്രയും കോടികൾ ഒഴുക്കുന്നതെന്നുള്ളതാണ്. അതാരും ചോദ്യം ചെയ്യുന്നില്ല, ചോദിക്കുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. കേട്ടുകഴിഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇവന്റെ ഇപ്പൊ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എവിടേക്കാണ് ഇവൻ കൊണ്ട് പിന്നെ അവസാനിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മനസ്സിലാവും സോറോസിന്റെ കോടികള് രായപ്പന്റെ കമ്പനിയിലേക്കും ഗംഭീരമായിട്ട് ഒഴുകിയിട്ടുണ്ടെന്നുള്ളത്. അത് കണ്ടുപിടിക്കണം, ആണുങ്ങളായവർ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ സിനിമയെ സിനിമയായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ വീരന്മാരുണ്ട്, അവരുണ്ടായിട്ട് കാര്യമില്ല. അത് ഈ പറയുന്ന പോലെ മാസം തികയേണ്ട പെറ്റ പോലത്തെ കുഞ്ഞുങ്ങളാ, വായും തുറക്കില്ല മുലയും കുടിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ. സിനിമയെ സിനിമ ആയിട്ട് കാണാൻ തൽക്കാലം സൗകര്യമില്ലടോ. താൻ എന്താ ഞങ്ങളെ മൂക്കി കയറ്റുവോ? സിനിമയെ സിനിമയായിട്ട് കാണാൻ സൗകര്യമില്ലെന്നേ. നിങ്ങൾ കണ്ടോ? നമുക്ക് കാണാൻ സൗകര്യമില്ല. നമ്മൾ അങ്ങനെ ആരുടെയും പാർട്ടിയുടെയോ മറ്റുള്ളതിന്റെ ഒന്നും പിന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ കെട്ടേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സനാതന ഹിന്ദുക്കളാണ്. ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വത്തിന് നൊന്ത് കഴിഞ്ഞാൽ നമുക്ക് നൊന്ത് പോകും. അത് സംസാരിക്കുക തന്നെ ചെയ്യും. ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ, സിനിമയെ സിനിമയായിട്ട് കാണാൻ തൽക്കാലം സൗകര്യമില്ലെന്ന്. സിനിമ സിനിമയായിട്ട് പിടിക്കണം. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധത ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അതിന് പൊള്ളിയിട്ട് കാര്യമില്ല. നമ്മുടെ സീമാജി നായർ പറയുന്നുണ്ട്, ആർക്കാണ് ഇവിടെ പൊള്ളല്? അയ്യോ എന്റെ പൊന്നിയേച്ചി, ആർക്കും പൊള്ളലില്ല. ഇനിയിപ്പോ അഥവാ ചേച്ചിക്ക് പൊള്ളിയുന്നുണ്ടെങ്കിൽ കോഴിനെയ്യാണ് ബെസ്റ്റ്. പണ്ടത്തെ ഒരു ഒറ്റമൂലിയാണ് കോഴിനെയ്യ്. പണ്ട് നാടൻ കോഴിയൊക്കെ കൊന്നിരുന്ന വീടുകളിൽ കോഴിനെയ്യ് ശേഖരിച്ചു വെക്കും. ആ കോഴിനെയ്യ് ശുദ്ധമായിട്ട് ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരട്ടാൻ നല്ലതാ. അപ്പൊ സീമാജി നായർക്ക് വല്ലാണ്ട് പൊള്ളുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി കോഴിനെയ്യ് എടുത്ത് തേച്ചാൽ മതി. പിന്നെ പണ്ടത്തെ ലാലേട്ടന്റെ പണ്ടത്തെ കളികളിലെ ഓർമ്മകളിലാണ് ഈ പറയുന്ന തള്ളലെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തോന്നാനോ ഒരു ആവശ്യമില്ല. ചേച്ചി അവിടെ തള്ളിക്കോ. പണ്ടത്തെ കടപ്പാട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിരിക്കും സീമേച്ചിക്ക്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. നിങ്ങളുടെയൊക്കെ ആട്ടം കണ്ട് വിഡ്ഢികളായിട്ടിരുന്നിരുന്ന കുറെ മനുഷ്യരാണ് ഇവിടെ. ആ വിഡ്ഢികളെയാണ് ഇപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനോടൊന്നും യാതൊരു പരാതിയില്ല. പക്ഷേ ഹിന്ദുക്കൾ വെറും പൊട്ടന്മാരാണെന്ന് ധരിക്കരുത്. അങ്ങനെ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഇതേപോലെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല. അത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഈ പിന്നെ എന്താ പറയാ ഏത് ജാതിക്കാർക്കായാലും ശരി, ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല. അതാണ് ഞാൻ രാജപ്പനോടും ലാലപ്പനോടും മന്ദപ്പനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നേരായി കാണിച്ചു നോക്ക്. ഗോദ്ര സംഭവത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ അതിൽ അവതരിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ചോദ്യം ചെയ്തേനില്ല. ഗോദ്ര സംഭവത്തിൽ എന്തിനാ ചെയ്തവരെ വെള്ള പൂശാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കുന്നു? ജിഹാദികളെ കൊന്നുകളഞ്ഞതാണ്, 19 പേരെ തീയിട്ട് കൊന്നുകളഞ്ഞതാണ്. ആ ജിഹാദികൾ നല്ലവരാണെന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് രായപ്പൻ ശ്രമിച്ചത്? അതാണ് എന്റെ ചോദ്യം. എന്നെ പോലെ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാവരും ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇനിയും പറഞ്ഞാല് നമുക്കതിനെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ചോദിച്ചിരിക്കും. അതിന് പൊള്ളിയിട്ട് കാര്യമില്ല. ആ പൊള്ളലൊന്നും നമുക്കൊരു വിഷയമല്ല. പണ്ടത്തെ കാലല്ല. ഇപ്പോഴൊക്കെ നമുക്ക് പിന്നെ ഇപ്പൊ തന്നെ മാധ്യമങ്ങളെ പിന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ. ഇന്ന് സോഷ്യൽ മീഡിയ വന്നതാണ് എല്ലാവന്മാർക്കും അടിയായിട്ടുള്ളത്. അപ്പൊ എന്തായാലും പിന്നെ ഇത്രയും നേരം വൈകിട്ടും സോമസുന്ദര പണിക്കര് ലൈനിലുണ്ട്, മുകുന്ദരാജ് ലൈനിലുണ്ട്, ശ്രീജ ഗോപാലൻ ലൈനിലുണ്ട്. എല്ലാവർക്കും സന്തോഷം, നമസ്തേ. അപ്പം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും ലൈവ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും സന്തോഷം. താങ്ക് യു. ജയ് ഹിന്ദ്.